അങ്ങനെ 4 അക്ഷരങ്ങൾ നാം പഠിച്ചു. അലിഫ്, ബാ, ലാം, മീം എന്നിവയാണവ. ഇന്ന് നാം പഠിക്കുന്നത് അറബിയിലെ 3ാമത്തെ അക്ഷരമായ ഈ അക്ഷരമാണ്. ഇതിന് മുകളിൽ 2 പുള്ളിയുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മുകളിൽ 2 പുള്ളിയുള്ള ഈ അക്ഷരത്തിൻ്റെ പേര് താ എന്നാണ്. താ എന്ന ഈ അക്ഷരത്തിൻ്റെ മുകളിൽ ഫത്ഹ് ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ അകാര ശബ്ദമായ ത എന്നുച്ചരിക്കും. തി, തു എന്നിങ്ങനെ കസ്ർ, ളുമ്മ് എന്നിവ ഇടുന്നതോടെ വായിക്കാം. അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണവും ഇതിൻ്റെ പേരും ആണ് ഇന്ന് നാം ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അങ്ങനെ അറബി അക്ഷരമാലയിലെ 5 അക്ഷരങ്ങൾ ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞു. അലിഫ്, ബാ, താ, ലാം, മീം ഇവയാണ് ആ 5 അക്ഷരങ്ങൾ. ഇനി ഈ 5 അക്ഷരങ്ങൾ ഉപയോഗിച്ച് തിരിച്ചും മറിച്ചും വാചകങ്ങൾ ഉണ്ടാക്കുകയും ഉണ്ടാക്കിയ വാചകങ്ങൾ വായിച്ചും നാം പഠിക്കണം. ബാക്കിയുള്ള അക്ഷരങ്ങളും മറ്റും അടുത്ത വീഡിയോയിലായി നമുക്ക് പഠിക്കാം. നമ്മുടെ മാതൃഭാഷയായ മലയാളം, അതേപോലെ ലോകഭാഷയായ ഇംഗ്ലീഷ്, നമ്മുടെ രാജ്യഭാഷയായ ഹിന്ദി തുടങ്ങിയവ ഇടത്തുനിന്ന് വലത്തോട്ടാണ് എഴുതേണ്ടത്. എന്നാൽ വലത്തുനിന്ന് ഇടത്തോട്ടെഴുതുന്ന ഭാഷകളുടെ കൂട്ടത്തിലാണ് അറബി ഭാഷയുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നാം വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതേണ്ടത്. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അലമ, അലമ എന്ന് മലയാളത്തെഴുതുമ്പോൾ ഇങ്ങനെയും അത് അറബിയിൽ എഴുതുമ്പോൾ ഇങ്ങനെയുമാണ് എഴുതേണ്ടത്. ആ, ല, മ എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ ആ എന്നത് ഇടതുഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ അറബിയിൽ അത് എഴുതുമ്പോൾ ആ എന്ന് വലതുഭാഗത്തു നിന്ന് തുടങ്ങും.